നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കെപിസിസി പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതികരണം. മന്ത്രി അദ്ദേഹത്തിന്റെ കടമയാണ് നിർവഹിച്ചതെന്ന് യൂത്ത് ലീഗ്. അക്രമങ്ങൾ നടന്നാലും സർക്കാർ കാര്യം മുറ പോലെ തന്നെ. ചേലക്കാട് ഫയർ സ്റ്റേഷന് അവഗണന തുടരുന്നു. നാദാപുരത്ത് എംപി സൂപ്പി സത്യപ്രതിജ്ഞ ചെയ്തു. വാർത്തകൾ വിശദമായി. ബിനോയ് വിശ്വത്തിനെതിരായി കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് യൂത്ത് ലീഗ് നേതാവ് എം.കെ. അഷ്റഫ് പറഞ്ഞു. നാദാപുരത്തിന്റെ എംഎൽഎ എന്ന നിലയിൽ മന്ത്രി അദ്ദേഹത്തിന്റെ കടമയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേലക്കാട് പ്രദേശത്ത് അവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ വീടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ കൊള്ളയടിക്കുകയും അവിടെ ഒരുപാട് നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ തുടർന്ന് അവിടെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശാന്തി സംഗമം, അത് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ശാന്തി സംഗമം സംഘടിപ്പിച്ചതിന്റെ രീതിയോട് ഞങ്ങൾ തീർച്ചയായിട്ടും അതേ സമയത്ത് അവിടെ നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന അഭിപ്രായം, കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ആ പരിപാടി നടത്തേണ്ടത്. ആ പരിപാടി നടത്തേണ്ടത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നിച്ച് നടത്തേണ്ട പരിപാടിയാണ് അത് എന്ന് പറയുന്നത്. മാത്രമല്ല, കെപിസിസി പ്രസിഡന്റ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ ആ കൊള്ളയടിക്കപ്പെട്ട വീടുകൾ സന്ദർശിക്കാനോ അവരെ സാന്ത്വനിപ്പിക്കാനോ തയ്യാറായില്ല. അതാണ് മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായി എതിർത്തിട്ടുള്ളത്. അത് ശരിയല്ല എന്ന നിലപാട് യൂത്ത് ലീഗ് ഉറച്ചു നൽകിയത്. നമ്മളെ ബിനോയ് പറഞ്ഞ് മന്ത്രി ബിനോയ് വിശ്വം അവിടെ നടത്തിയിട്ടുള്ള കാവലിൽ നിന്നും ഇതിനെ പരിഹസിച്ചുകൊണ്ട് കെപിസിസി പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ അതിന് യൂത്ത് ലീഗ് യോജിപ്പില്ല. കാരണം സ്ഥലം എംഎൽഎ എന്ന നിലക്ക് ഈ മന്ത്രി നടത്തിയിട്ടുള്ള ആ കാര്യങ്ങൾ അത് സമാധാന പ്രവർത്തനക്കാരായ എല്ലാ പാർട്ടിക്കാരും മന്ത്രിയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി നടത്തിയ കാര്യം നല്ല സംഗതി തന്നെയാണ് എന്നാണ് യൂത്ത് ലീഗിന്റെ അഭിപ്രായം. നാദാപുരം മേഖലയിൽ അടിക്കടി ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോഴും ചേലക്കാട് ഫയർ സ്റ്റേഷനോടുള്ള അവഗണന തുടരുകയാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നസാധ്യതയുള്ള മേഖലയെന്ന നിലയിൽ എപ്പോഴും സുസജ്ജമായിരിക്കേണ്ട കേന്ദ്രമാണ് ചേലക്കാട്ടെ ഫയർ സ്റ്റേഷൻ. എന്നാൽ ഇവിടെയുള്ള ഫയർമാൻമാർക്ക് പറയാനുള്ളത് അവഗണനയുടെ കഥകൾ മാത്രമാണ്. നാദാപുരത്തുകാരുടെ നിരന്തരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് 2009 മാർച്ച് 1 ചേലക്കാട്ട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. 18 പേരുടെ ജീവൻ രക്ഷിച്ചതടക്കം ഇതുവരെ 220 കേസുകൾ അറ്റൻഡ് ചെയ്ത ചേലക്കാട്ട് ഫയർ സ്റ്റേഷനോടുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണ്. ചേലക്കാട് മിനി സ്റ്റേഡിയത്തിലെ കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ചേലക്കാട് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തീവെപ്പ് സംഭവം വ്യാപിക്കാതിരിക്കാൻ ഫയർഫോഴ്സ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒട്ടേറെയാണ്. ഇവിടെയുള്ള 2 വണ്ടികൾ കട്ടപ്പുറത്തായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. കൂടാതെ മേഖലയിലെ ചെറിയ റോഡുകളിൽ കൂടെ സഞ്ചരിക്കാൻ അനുയോജ്യമായ വണ്ടികൾ ഇല്ലാത്തതും തീവെപ്പ് നടക്കുമ്പോൾ സംഭവസ്ഥലത്ത് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫയർ സ്റ്റേഷന്റെ 500 മീറ്റർ അടുത്തുള്ള പറമ്പന്റെവിടെ കുമാരന്റെ വീട് ആക്രമികൾ തീവച്ചപ്പോൾ 20 കിലോമീറ്റർ അപ്പുറത്തുള്ള പേരാമ്പ്രയിൽ നിന്നുമാണ് ചെറിയ വണ്ടികൾ വന്ന് തീയണച്ചത്. രക്ഷാപ്രവർത്തനത്തിനായുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഒന്നും ഇവിടെയില്ല. ഉള്ള ഉപകരണങ്ങളാവട്ടെ സൂക്ഷിക്കാനുള്ള സ്ഥല സൌകര്യവും ഇവിടെയില്ല. 24 ജീവനക്കാർ വേണ്ടിടത്ത് 10 പേർ മാത്രമാണ് ഇവിടെ ജോലിക്കുള്ളത്. ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ഇടുങ്ങിയ മുറികൾ മാത്രമാണുള്ളത്. ഇതേ കെട്ടിടത്തിൽ തന്നെ ഒരു അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. നാദാപുരം പോലെയുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷനോട് സർക്കാർ കാണിക്കുന്ന ഈ അവഗണന നാട്ടുകാരിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. പല പ്രാവശ്യം പല മാധ്യമങ്ങളിലായി വാർത്തകൾ വന്നെങ്കിലും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. തൂണേരിയിൽ സൈനികനെ ആക്രമിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ജനകീയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നാദാപുരം CCUP സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് ആവശ്യം ഉയർന്നത്. നാദാപുരം പോലീസിന് നിലവിൽ സുപ്രധാനമായ ഒട്ടേറെ കേസുകൾ അന്വേഷിക്കാനുള്ളതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് നേതാക്കൾ ആശങ്കപ്പെട്ടു. സ്വദേശിയായ സൈനികൻ സച്ചിനെ നടുറോഡിൽ തടഞ്ഞു നിർത്തി അതിഭീകരമായി മർദ്ദിച്ച മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും നാട്ടിൽ സമാധാന ഭംഗം വരുത്തി കലാപമുണ്ടാകാനുള്ള ഏതാനും ചില സാമൂഹ്യ നീതികളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന സത്വര നടപടികൾ മുഖം നോക്കാതെ കൈക്കൊള്ളണമെന്നും ഭരണാധികാരികളോടും നിയമപാലകരായ പോലീസ് അധികാരികളോടും ഈ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. അക്രമം നടന്ന് 1 മാസത്തോളമായിട്ടും 15 പ്രതികളുള്ള കേസിൽ 2 പ്രതികളെ മാത്രം അറസ്റ്റ് ചെയ്യുകയും അവരെ
ഏതാനും ദിവസങ്ങൾക്കകം ജാമ്യത്തിൽ പിടിക്കുകയും ചെയ്ത നടപടിയിൽ ഈ യോഗം ആശങ്ക രേഖപ്പെടുത്തുകയും മറ്റ് പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സജൻ മർദ്ദിച്ച കേസിൽ വളരെയേറെ സമ്മർദ്ദം ചെലുത്താൻ കഴിവുള്ള പ്രതികളായതിനാലും നിയമത്തിന്റെ മുന്നിൽ മുഴുവൻ പ്രതികളെയും കൂടുതൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നാദാപുരത്തെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം പഠിക്കുന്നത് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിക്കണമെന്നുകൂടി ഈ ജനകീയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ഭാഗമായി കായക്കൊടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബും വി പി ഗ്രൂപ്പും സംയുക്തമായി 1001 വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സഹോദരങ്ങളായ വി പി ഗ്രൂപ്പ് പാലോളിയാണ്. ഇവരിൽ കൂടിയുള്ള സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കളീക്കര, കായക്കൊടി, പാലോളി ഈ സ്ഥലങ്ങളിലാണ് 1001 വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും അതിന്റെ സംരക്ഷണ വലകൾ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ആഗോളതാപനമാണ് ഇന്ന് നമ്മുടെ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ ആഗോളതാപനം എന്താണെന്ന് നമുക്ക് എവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഈ വായുവിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പല രീതിയിൽ. ഫാക്ടറികളായിക്കൊള്ളട്ടെ, മറ്റ് വാഹനങ്ങളായിക്കൊള്ളട്ടെ, വളരെയധികം കൂടി അങ്ങനെ ഈ ചൂട് ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന്റെ തരണം ചെയ്യുക എന്നുള്ളതിന് ഏക പ്രതിവിധി മരത്തൈകൾ നടുകയെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് കുട്ടികളിൽ അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലെ 1000-ഓളം വരുന്ന കുട്ടികൾ മുഴുവൻ ഇറങ്ങിയിട്ടാണ്. അപ്പൊ ഈ പരിസ്ഥിതി ക്ലബിന്റെ കുട്ടികൾ 250 കുട്ടികളാണെങ്കിൽ പോലും ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയോടുകൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ 1001 വർഷത്തെ അത് നടാൻ പറ്റിയതും അതുപോലെ തന്നെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചില ദിവസങ്ങളിൽ ചില ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില തൈകളും വലകളും അങ്ങനെ തന്നെ അവിടെ നിന്ന് പൊക്കിപ്പോയിട്ടുള്ള അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയ ശേഷം ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ എല്ലാ വിദ്യാർത്ഥികളും വീണ്ടും അവിടെ ഒത്തുകൂടുകയും നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അത് റീഫിറ്റ് ചെയ്യുകയും പരിപാടിയായിട്ട് തന്നെ മറ്റ് പല പ്രവർത്തനങ്ങളും സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും വളരെ എടുത്തു പറയത്തക്ക ഒരു സംഭവമാണ് ഭവന നിർമ്മാണ പദ്ധതി. ഈ സ്കൂൾ വിദ്യാർത്ഥികളെ ആസ്കേപ്പിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളെ ഭവന നിർമ്മാണ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുഴിയിടുകയും അതിന്റെ കല്ലുവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല ദിവസങ്ങളിലായിട്ട് അവരെ ജോലി യാതൊരു രീതിയിലാണ് ഒരു സേവന തൽപരായ വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാ കാര്യങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണമുണ്ട്. മറ്റും പുസ്തകങ്ങൾക്കാണെങ്കിലും പിന്നെ മറ്റേ ഈ ഭവന നിർമ്മാണ പദ്ധതിയാണെങ്കിലും എല്ലാം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ശക്തമായ ഒരു സഹകരണം. അരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മാതൃസമിതി നിർമ്മിച്ച സുദർശനം സമൂഹ മന്ദിരം നാടിന് സമർപ്പിച്ചു. ബ്രഹ്മശ്രീ തരുണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബോംബാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാദാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം MP സൂപ്പി സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴും ചികിത്സ തുടരുന്ന സൂപ്പി വീൽചെയറിലിരുന്നാണ് സത്യവാചകം ചൊല്ലിയത്. തെരഞ്ഞെടുപ്പ് ദിവസം ബോംബേറിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന നാദാപുരം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് നേതാവ് MP സൂപ്പി വീൽചെയറിലിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂപ്പി നരിക്കാട്ടിരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാദാപുരം
എം ബി സൂഫി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അക്രമ പരമ്പര നടന്ന നാദാപുരം മേഖലയിൽ ആയുധങ്ങൾക്കായി വ്യാപകമായി റെയ്ഡ് നടന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നാദാപുരം സർക്കിൾ പരിധിയിൽ ആയുധങ്ങൾക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒട്ടേറെ അക്രമങ്ങൾ അരങ്ങേറിയതിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് ശക്തമാക്കിയത്. തെരുവംപറമ്പ്, വാണിമേൽപ്പാലം, നരിപ്പറ്റ, 9 കണ്ടം, നരിക്കാട്ടേരി, ചേലക്കാട്, ചിയൂർ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച റെയ്ഡ് നടത്തി. കഴിഞ്ഞ ദിവസം ചിയൂരിൽ നിന്ന് ഒരു വാൾ, സ്റ്റീൽ ബോംബ് എന്നിവ കണ്ടെടുത്തു. ചേലക്കാട് നിന്ന് വെടിമരുന്നും 6 ഇരുമ്പ് ദണ്ടുകളും കണ്ടെടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ റെയ്ഡ് ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. റൂറൽ എസ്പി നീരജ് കുമാർ ഗുപ്ത, ഡിവൈഎസ്പി വാഹിദ്, സന്തോഷ്, സിഐമാരായ KS ഉദയഭാനു, വിജയരാജ് എന്നിവർ റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി. ചാച്ചാജിയുടെ ഓർമ്മകളിൽ ശിശുദിനം കൊണ്ടാടി. അംഗനവാടികളടക്കം വിവിധ സ്ഥാപനങ്ങളിൽ സമുചിതമായാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ജന്മദിനം കൊണ്ടാടിയത്. ശിശുദിനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നവംബർ 14-ന് ഞങ്ങൾ റാലി നടത്തലുണ്ട്, പായസം കൊടുക്കലുണ്ട്, കുട്ടികളെ പരിപാടി നടത്തലുണ്ട്. 2 അംഗൻവാടി ഒന്നിച്ചാണ് നടത്തല്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഭൂമിവാതുക്കൽ MLP സ്കൂളിൽ കൊച്ചുകുട്ടികൾക്കായി മൈലാഞ്ചിയിടൽ മത്സരം നടന്നു. വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK മൂസ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതികരണം. മന്ത്രി അദ്ദേഹത്തിന്റെ കടമയാണ് നിർവഹിച്ചതെന്ന് യൂത്ത് ലീഗ്. അക്രമങ്ങൾ നടന്നാലും സർക്കാർ കാര്യം മുറ പോലെ തന്നെ. ചേലക്കാട് ഫയർ സ്റ്റേഷന് അവഗണന തുടരുന്നു. നാദാപുരത്ത് MB സൂഫി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.